ഇല്ല കുഴപ്പമില്ല, നല്ല സിനിമ. കൊള്ളാം, കുഴപ്പമില്ല, നല്ല സിനിമ. അവിടെ നല്ല പടം, നല്ല മതിയണ്ണ, കോമഡി ഉണ്ട്. അടിപൊളി. ഇത്രയും നാൾ കണ്ടതിൽ വെച്ച് ഏറ്റവും ബെസ്റ്റ് സ്ക്രിപ്റ്റ്, അടിപൊളിയായിട്ടുള്ള ഡയറക്ഷൻ, നല്ല സിനിമ. വെരി ഗുഡ് മൂവി. കോമഡി ത്രില്ലറായിട്ടാണ് എല്ലാം നന്നായിട്ടുണ്ട്. കോമഡി ഉണ്ട്, ത്രില്ലറാണ്, അടിപൊളി. കഥ എങ്ങനെയാണ്? കഥ നല്ല സൂപ്പറായിട്ടുണ്ട്. ഈ സുരേഷ് ഗോപിയുടെയൊക്കെ പടം വെച്ച് നോക്കുമ്പോൾ അതിൻ്റെ ഒന്നും കമ്പയർ പോലും ചെയ്യാൻ പറ്റില്ല. അത്ര നല്ല ബെസ്റ്റ്, അത്രയ്ക്ക് നല്ല പുതുമയുണ്ട്. പുതുമയല്ല, അത്ര നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. സൂപ്പറായിട്ടുണ്ട്, നല്ല പടം, നല്ല മൂവി. ഈ ഇവിടെ നമ്മളൊരു കോമ്പോ തന്നെ, ഈ ഒരു അധികാരവർഗ്ഗമുള്ള ഒരാളും നിൽക്കുന്ന ഒരാളും അല്ലാതെ ഒരു സാധാരണക്കാരോട് ചെല്ലുമ്പോൾ ഒരു ഫേസ് ചെയ്യുന്ന കുറേ പ്രശ്നങ്ങളുണ്ടല്ലോ. അപ്പോൾ അവിടെ പ്രശ്നങ്ങൾ ഈ സാധാരണക്കാരൻ്റെ ഈ അധികാരവർഗ്ഗത്തിൽ നിൽക്കുന്ന ആളിൻ്റെ പ്രശ്നങ്ങൾ സാധാരണക്കാരൻ്റെ പ്രശ്നം അവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലാക്കാത്ത തരത്തിലുള്ള രീതിയുള്ളൂ. ഒരു അപ്സ് ആൻഡ് ഡൗൺ വരുന്നുണ്ടല്ലോ. അപ്പോൾ അതിനെപ്പറ്റി നന്നായി ചെയ്തിട്ടുണ്ട്. നമ്മൾ ഓഡിയൻസിന് കണക്ട് ആവുമോ? ഒരു ചെറിയ മൂവിയാണ്, എനിക്കിഷ്ടപ്പെട്ടു. പടം നല്ല 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 സിനിമയാണ്, സൂപ്പർ സിനിമ. കോമഡിയല്ല, ഒരു ചെറിയ ഒരു ഫാമിലി സബ്ജക്റ്റ്. അത് സൈജു കുറുപ്പിൻ്റെ ഒരു വ്യത്യസ്ത ഒരു 2 മണിക്കൂർ കുഴപ്പമില്ല. എന്തായിരുന്നാലും കൊടുക്കുന്ന പൈസയ്ക്ക് അത് മുതല. തീർച്ചയായിട്ടും ഈ സിനിമ ഓഡിയൻസിന് വളരെയധികം കണക്റ്റ് ആവുന്ന സിനിമയാണ്. ഇത് കുറേ പോലീസുകാരുടെ ആത്മകഥ എന്ന് വേണമെങ്കിൽ പറയാം. എല്ലാ കേരളത്തിലെ മുഴുവൻ പോലീസുകാരും വന്ന് കാണണമെന്നാണ് ഞാൻ പറയുന്നത്. പിന്നെ ഈ പറഞ്ഞ പോലെ നമ്മുടെ ജഡ്ജിമാരും വന്ന് കാണണം. അവർക്ക് ഈ പറഞ്ഞ പോലെ അവരുടെ പേഴ്സണൽ സ്റ്റാഫിലുള്ളവരോട് കുറച്ച് പെരുമാറ്റത്തിലൊക്കെ ചെറിയ വ്യത്യാസമൊക്കെ വരുത്താൻ പറ്റും സിനിമ കണ്ടാൽ. പിന്നെ എല്ലാ പോലീസുകാരും വന്ന് കാണണം. പ്രത്യേകിച്ച് അല്ലെങ്കിൽ നമ്മുടെ ജഡ്ജിമാരുടെ പേഴ്സണൽ സ്റ്റാഫിലുള്ള ആൾക്കാർക്കൊക്കെ ഇത് വളരെയധികം റിലേറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ ഈ സിനിമയുടെ വിഷയം എന്ന് പറഞ്ഞാൽ ഏത് സാധാരണക്കാരനും മനസ്സിലാവുന്ന ഒരു സബ്ജക്റ്റ് തന്നെയാണ്. പിന്നെ ഇതിൽ മാവോയിസ്റ്റുകൾ തീവ്രവാദികളെ കുറിച്ച് അത് കാണിക്കുന്നുണ്ട്. പിന്നെ ഒരുപാട് കുടുംബ ബന്ധങ്ങളുടെ കാര്യങ്ങളും എല്ലാം കൊണ്ട് എന്ന് പറയുമ്പോൾ തുടക്കം മുതൽ തീരും വരെയും ഈ സിനിമ ഒരു സ്ഥലത്ത് പോലും നമ്മളെ ഇതൊരു മുഷിവ് വരുത്തുന്നില്ല. വേണമെങ്കിൽ കുറച്ച് സിനിമയുടെ അങ്ങ് ലെങ്ത്ത് കുറയ്ക്കായിരുന്നു. അല്ലാതെ ഈ ലെങ്ത്ത് കുറയ്ക്കുന്നതെന്ന് പറയുമ്പോൾ സിനിമ മുഷിച്ചിലുണ്ടായിട്ടല്ല, പക്ഷേ നല്ല സിനിമയാണ്.